അങ്ങനെ ഗൈസ് ഇതാ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇതാ അമ്മേനെ കണി കാണിക്കാൻ കൊണ്ടുവരികയാണ്. അങ്ങനെ ഇതാ കിണ്ടിയിലെ വെള്ളമൊക്കെ തൊട്ട് കണ്ണൊക്കെ നനച്ച് ഞാൻ എന്താ കണി കണ്ടു. നല്ല അടിപൊളിയായിട്ട് അമ്മ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗൈസ് ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കണി വെച്ച് ഞങ്ങളെ ഒരു വിഷു കണി ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ വിഷുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് കണി? കാണാൻ കൊള്ളാവോ? പിന്നെ ഗേസ് ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗേസ് നമ്മൾ പടകം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പടകം പൊട്ടിക്കണമല്ലോ. അപ്പോൾ ഗേസ് നമ്മൾ പടകം പൊട്ടിച്ചു. പിന്നെ ഞാൻ കുളിച്ചൊക്കെ വന്നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫോട്ടോഷൂട്ട് മെയിനാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു ഗേസ്. അമ്പലത്തിൽ പോവുകയാണ്. പിന്നെ ഗേസ് അമ്പലത്തിൽ ഞാനും ചേച്ചിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോവുകയാണ്. പോകുന്ന വഴിക്ക് ചേച്ചി എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഗേസ്. അങ്ങനെ നമ്മളെ കുടുംബക്ഷേത്രത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് അമ്പലം. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ എന്താ അവിടെ ചെറിയ റോഡായിരുന്നു, നമ്മൾ നടക്കണം. നടന്നിട്ട് ചേച്ചി റോഡ് പിന്നെ കാത്തുനിൽക്കുന്നതാണ് കേസ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി നേരെ പോന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ കുപ്പിരട്ടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ പറയുക, അമ്പലത്തിൽ അച്ഛനും വരാത്തതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി, കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി. പിന്നെ അമ്പലത്തിൽ നിന്ന് വിഷു കൈനീട്ടമൊക്കെ കിട്ടി. അപ്പോൾ ഇനിയും വിഷുവിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ പുറത്ത് പണിയിലാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതാ ലഗോം പച്ച ചിക്കൻ എന്താ അച്ഛൻ എന്താ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പൊരിക്കാനായിട്ട് കോഴിയും ഇവിടെ കെഗി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വിശേഷം ഞാൻ പിന്നെയും കാണിച്ചില്ല. അമ്മ അച്ഛതാ മസാല പൊടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത കാര്യങ്ങൾ ഞാൻ അപ്പം കാണിച്ചുതരാം. പിന്നെ ഇപ്പോൾ ഇവർക്ക് പോയി മാറ്റിയിട്ടൊക്കെ വരാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ മാച്ചൊക്കെ വന്നു. ഇതാ എൻ്റെ ചേച്ചിക്ക് ഫോട്ടോ എടുത്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആളെ പുറപ്പെടാൻ പോയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ഒന്നും മുണങ്ങാത്തോണ്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ഉണ്ണിയപ്പം തിന്നു. ഉണ്ണിയപ്പം കഞ്ചി ഉണ്ണിയപ്പം നമ്മൾ വിശക്കുമ്പോൾ എന്ത് ചെയ്യുക, മെയിൻ ഫുഡ് ആവുന്നവരെ വിശക്കുമ്പോൾ ഉണ്ണിയപ്പം എടുക്കുക, ഇങ്ങനെ കഴിക്കുക. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കണി വെച്ച ഇതാ ഈ ഉരുളി നമ്മളിതാ മേശപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കണിക്കൊന്നുണ്ട് എപ്പോഴും ഫ്രഷാണ്. ഇതാണ്ടോ ഫ്രഷാണ് കണിക്കൊന്ന. ഗൈസ് എൻ്റെ ചേച്ചി ഇതാ ഫോട്ടോഷൂട്ടിന് ഒരുങ്ങി നിൽക്കുന്നു. ഒരു ഹായ് കൊടുക്കൂ. എന്നാ പിന്നെ നമുക്ക് ഫോട്ടോ എടുത്തെടുക്കുകയും ചെയ്യാം അല്ലേ? ചായ ഉണ്ടാക്കുകയാണ്. എന്താണ് സ്റ്റാൻഡാക്കാനൊക്കെ ഞാൻ വേണം. ബാക്കിനി ഇതൊക്കെ അപ്പുറത്ത് ചേച്ചി ഇവിടെ ക്ലീനിങ്ങിലാണ് ഗേസ്. നമുക്കും ഓക്കെ ഗേസ്. അപ്പം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ടി വി ആണ്.
പിന്നെ ഗൈസ് ഇതാ അച്ഛൻ ബിരിയാണീൻ്റെ ഡെമ്മ് പൊട്ടിക്കുകയാണ്. നമ്മളെ വീട്ടിൽ വിഷുവിന് ഡമ്മിട്ട ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഇതാ ഗൈസ് അച്ഛൻ ഡമ്മൊക്കെ പൊട്ടിച്ച് നല്ല അടിപൊളി മണമൊക്കെ വരുന്ന നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ ഡമ്മൊക്കെ പൊട്ടിച്ചിട്ട് ആ ബിരിയാണിയൊക്കെ ഇളക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഈ ബിരിയാണീൻ്റെ റെസിപ്പി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുക്കുന്നതാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് ആക്കി വെച്ചു. അങ്ങനെ അത് റൈസ് മൊത്തം വേറെ പാത്രത്തിലേക്കും എന്താ പറയുക ചിക്കൻ മാത്രം വേറെ പാത്രത്തിലേക്കാക്കി മാറ്റിയൊക്കെ വെച്ചു. അപ്പോൾ ഗൈസ് ഇതാണ് ബിരിയാണി. എങ്ങനെയുണ്ട് കണ്ടിട്ട്? അപ്പോൾ ഗൈസ് ഇതാണ് ബിരിയാണി. എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഉച്ചയായി സമയം ചോദിച്ചു കഴിഞ്ഞാൽ 1:44. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. വരൂ കാണിച്ചു. അപ്പോൾ ഗൈസ് നല്ല ചിക്കൻ ദമ്മിട്ട ബിരിയാണി ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, കടുക്ക പൊരിച്ചതുണ്ട്, പിന്നെ സലാഡ് ഉണ്ട്, അച്ചാറുണ്ട്. പായസമുണ്ട്. പായസവും ഓക്കെ ഗൈസ്. അങ്ങനെ ചോറുന്നലും പരിപാടികളൊക്കെ കഴിഞ്ഞു. ചോറ് നിന്നത്തെ തന്നെ ക്ഷീണമായി ഗൈസ്. നേരെ മൊത്തം തന്നെ ഇട്ടാതില്ല. അപ്പം ഞാൻ കുറച്ച് റെസ്റ്റ് ആവാം. കിടന്നുറങ്ങാം. പക്ഷെ വിഷുവിന് ഉറങ്ങാൻ പാടില്ല, അതുകൊണ്ട് എവിടെയും കിടക്കാം. നമുക്ക് ഹായ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരമായിട്ടുണ്ട്. നമ്മളെന്താ പറയുക, വിളക്കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിളക്കത്തിച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ എന്നോട് ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മാമൻ്റെ അവിടെ പോവാണ്. അപ്പോൾ മാമൻ്റെ അവിടെ പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മാമൻ്റെ അവിടെ പോവാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളെ വിഷു ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട്. അതായത് നമ്മൾ മാമൻ്റെ അവിടെ പോകുന്ന വഴിക്ക് ഇന്നലത്തെ വീഡിയോ എഡിറ്റിങ്ങും പരിപാടികളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് പടകമൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളെന്ത് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും എനിക്ക് മുന്നോട്ട് വേണം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ മാതിരി വീഡിയോ ഒന്നും വ്യൂസ് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.